ഈ ഇടവകയിൽ ഇതെൻ്റെ അവസാന രാത്രിയാണ്. നാളെ പുതിയ ഇടവകയിലേക്ക്. ഓരോ ഇടവകയും എനിക്കൊരോ പാഠശാലയും കൂടിയാണ്. ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളെയും പ്രത്യേകതയുള്ള ചില മനുഷ്യരെയുമൊക്കെ എനിക്കിവിടെ പഠിക്കാൻ സാധിക്കാറുണ്ട്. 4 വർഷത്തെ ദൈവവേലയ്ക്ക് ശേഷം ഞാൻ ഈ ഇടവകയിൽ നിന്നും നാളെ പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ 2 പേര് കൂടി ഉണ്ടാവും, ദാവിദും ജോയലും. പുതിയ ഇടവകയിലെ ആദ്യ പ്രസംഗം അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാവും തുടങ്ങുന്നത്. പടച്ചോനെ ഓർത്ത് ജീവിക്കാൻ അനുവദിക്കണം. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. താൻ മാത്രമല്ല, ഈ കാണുന്ന സകലരും നിന്നെയൊക്കെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ എനിക്ക് ഒരുത്തനെയും സഹായം വേണ്ടടാ. അയ്യോ വേണ്ട അനന്ത, വേണ്ട അനന്ത. ദൈവമേ, ഈ കളക്ടർ വിളിക്കാൻ പോയ ദാവീദിനെ എവിടെയാ? പ്രശ്നങ്ങളാ. എന്താ കളക്ടർ എത്തിയോ? വരും. എപ്പോ? കളക്ടർ ഉടൻ വരും. അതെ, കളക്ടർ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. കേട്ടല്ലോ, കളക്ടർ വരട്ടെ. എന്താ സാർ? ആരാണ് നിന്റെ കളക്ടർ? എന്റെ കളക്ടറല്ല, ഈ നാടിന്റെ കളക്ടർ. എന്റെ അനിയൻ ജോയലാ കളക്ടർ. അവനെ പഠിപ്പിച്ച് കളക്ടറാക്കിയതേ ഇവരെ പോലുള്ള പാവങ്ങളുടെ ന്യായങ്ങൾ തീരുമാനിക്കാനാ. അവൻ വരും, ജോയൽ. കളക്ടർ ജോയൽ, കളക്ടർ ജോയൽ, കളക്ടർ ജോയൽ. വേണ്ട സാറേ, വേണ്ട, ഞങ്ങൾ മാറിക്കോളാം. ഒരു പ്രശ്നവും വേണ്ട, ഞങ്ങൾ മാറിക്കോളാം. ജോയൽ ഇറങ്ങലടാ, മാറണം. സാറ് വേണ്ട. അയ്യോ, എന്നെ വെടിവെച്ച്. അയ്യോ, അമ്മേ, നോക്കട്ടോ, തീ രക്ഷപ്പെട്ടോ. ചേട്ടായി, ചേട്ടായി, ചേട്ടായി. സ്വപ്നായിരുന്നോ? ഇന്ന് എന്തായിരുന്നു? കളക്ടർ വണ്ടിയുമാരെങ്കിലും ബോംബെറിഞ്ഞോ അതോ കളക്ടർ മുഖ്യമന്ത്രി ചീത്ത പറഞ്ഞോ? അമ്മച്ചി ഉറങ്ങിയില്ലായിരുന്നോ? നിന്റെ സ്വപ്നം കഴിഞ്ഞിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു. ആ, ഇന്നത്തെ കഥ പറ. എന്തായിരുന്നു ഇന്നലെ? കയ്യടിയല്ലായിരുന്നോ? ഇന്ന് നിലവിളിച്ച എന്നാത്തിനാ? അത് ഒന്നുമില്ല അമ്മച്ചിയല്ലേ, പോ. ആ, പറയടാ. സീരിയല് കാണുന്നത് പോലെ ഇതങ്ങ് ശീലമായിപ്പോയി. ശീലം. ഒരു വെടി കൊണ്ടതാ. വെടിയോ? ആരാ വെടിവെച്ചേ? നിനക്കങ്ങ് ഒഴിഞ്ഞു മാറാൻ മേലായിരുന്നോടാ? പറ, ആരാ വെടിവെച്ചേ? കഴിഞ്ഞ ദിവസം കണ്ടപോലാന്നോ? ഏതോ മുതലാളിയുടെ ഗുണ്ടകളോന്ന് കളക്ടറെ. ഒന്നും ഓർമ്മയില്ല. അമ്മച്ചി ഇന്ന് ഇറന്നേ, ചെല്ല്, നേരം വെളുത്തോട്ടെ, എല്ലാം ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, നിന്നെ കളക്ടറാക്കാൻ ചേട്ടായി പെടുന്ന പാട് കണ്ടോ? ചേട്ടായി, ചേട്ടായി ഒന്ന് നേരാവണ്ണം ഉറങ്ങിക്കേ. ഞാൻ എന്തേലൊക്കെ ആവും. അങ്ങനെ എന്തേലൊക്കെ ആയാ പോരാ, കളക്ടർ തന്നെ ആവാം. സത്യം. ആ, എന്റെ മനസ്സിൽ അതങ്ങ് കേറിപ്പോയടാ. എന്നെ വർക്കിച്ചൊന്ന് ചവിട്ടി വിടുന്നേ. 8:30 ബസ്. അങ്ങോട്ട് നീ ഇരിക്കും പെണ്ണുപിള്ളേ. പുതിയ രൂപ 2000 നീ ഞാൻ മേടിച്ചതാ. 4.5 പവനാ. ഞാൻ ഈ കാട്ടുമുക്കിലെ വളയം പിടിച്ച് കഴിയേണ്ടവനല്ല, അറിയാവോ? എന്റെ പൊന്നു വർക്കിച്ചായ, ഞങ്ങൾ ഇതെന്നും കേൾക്കുന്നതാണല്ലോ. ആനവണ്ടി ഓട്ടിച്ചവനെ വട്ടം പിടിക്കാൻ പഠിപ്പിക്കല്ലേ. എന്റെ പൊന്നു വർക്കിച്ച, ഇന്ന് ബസ് കിട്ടില്ലെന്ന് വിചാരിച്ചതാ. എടാ ഈ ജീപ്പിലോട്ട് കയറുമ്പോ ഈ വളയം പിടിക്കുന്നവനെ ഒരു വിശ്വാസം വേണം. ആ സഞ്ജിത തിക്കടാ. ആന്റിക്ക് കൊണ്ട് കൊടു. ആന്റി എന്ന് പറഞ്ഞ എന്റെ ഭാര്യ, മനസ്സിലായ? ചെല്ലി ചെല്ലി ചെല്ലി. മട്ടൻ വറുത്തരച്ച് വെക്കാൻ പറയണം കേട്ടോ.
വലിയ പഠിത്തക്കാരനാ, കളക്ടറാവും പോലും, കളക്ടർ. ചെറുപ്പത്തിൽ എനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് ദേ ഒന്ന് നോക്കിയാൽ ഗോപേട്ടാ. എന്നാ നോക്കാനാ? അല്ലി തന്നെ ആ കോഴിയെ കൊണ്ട് അമ്മച്ചി, തോറ്റിരിക്കുവാ. ആഹാ വന്നേച്ചങ്ങ് പുറത്തേനെ നിക്കുവാന്നോ? പറഞ്ഞൂടായിരുന്നോട് അകത്ത് കയറിയിരിക്കാൻ. സമയല്ല ചേട്ടത്തി, ഇതങ്ങ് അമേരിക്ക ചെന്നിട്ട് മായയുടെ വിളി വന്നാലേ ശ്വാസം വിടാൻ പറ്റത്തുള്ളൂ. കർത്താവേ, എന്റെ മോന്റെ തയ്യലങ്ങ് അമേരിക്ക വരെ എത്തിയെന്ന് പറയുന്നു. തയ്യലൊരു കലയാ, ദാവീദ് ഒരു കലാകാരനും. വേഗം വരെ. എന്നാ ശരി. ഇവിടെ തന്നെ വെക്കും. എന്താടാ ലേറ്റ് ആയി. ലേറ്റ് ആയെന്ന് പറയാൻ വേണ്ടി അജയ മേലിൽ ഈ പടി കയറി പോരുത്. ഇല്ല, അമ്മയാണ് സത്യം. അതുവഴി വരാലോ. ഓ അവനെ ആ പോലീസുകാരുടെ യൂണിഫോം നന്നായിട്ടൊന്ന് തേച്ച് വെക്കും കേട്ടോ. ആ കലക്ടർ വന്നല്ലോ. നീ എന്നാ ചോക്കൂട്ടാ താമസിച്ചേ? ഇതൊന്നും കൊടുത്തേച്ചും വരാം, വർക്കിച്ചിനെ ഏൽപ്പിച്ച. കള്ളു വർക്കിച്ചിട്ട് എന്തോ നിധിയാ തന്നു വിട്ടേക്കുന്നേ. മട്ടനാന്നാ പറഞ്ഞേ. മട്ടണോ? ആ മട്ടന്ന്. ആ കണ്ട എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു മട്ടന്റെ കുപ്പിയും കാണുന്നു. ഇത് എന്നാ ചോക്കൂട്ടാ ഇത്? എനിക്ക് ഇത് അറിയത്തില്ലായിരുന്നു ചേട്ടായി. എന്നാൽ അയാൾക്ക് ഇത് കൊള്ളാവോ? നമുക്കിത് കൊടുക്കേണ്ടതാവിയേട്ടാ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. വിടരുത് ചേട്ടായി വേണ്ട, ചേട്ടായി വേണ്ട ചേട്ടായി. സഞ്ജി വന്നേ. കൊടുക്കേണ്ടതാവിയേട്ടാ, നമ്മളങ്ങനെ തോക്കാൻ പാടില്ല. സെലിൻ ചേച്ചി. കൊടുക്കരുത്. ഇതേടെ നോക്കി തൂങ്ങിച്ചാവാൻ പോവാണോ? സെലിൻ ചേച്ചിയില്ലേ? ഇയാള് കാര്യം പറ. ഇത് കണ്ടോ? അത് ശരി, ഇയാളും തുടങ്ങിയോ? വേണ്ട ചേട്ടായി. അപ്പന് കമ്പനി കൂടെ വന്നായിരിക്കും. ഇങ്ങോട്ട് കൊച്ച ആദ്യം ഇറങ്ങി വാ. ഞാൻ ഇറങ്ങാം, എന്നിട്ട് താങ്കൾ ഒരു കുരുമുളക് പറിക്കോ? കൊച്ചു പറക്കട്ടെ, നമുക്ക് കുപ്പി കൊണ്ട് പോവാന്ന്. അമ്മച്ചി, അമ്മച്ചി വേഗം വാ. എന്റെ കൊച്ചിനെ വഴിതെറ്റിക്കാൻ നോക്കിയാ ഞാൻ വഴി തെറ്റത്തില്ല ചേട്ടായി. എന്താ ദാവിദേ, എന്താ പ്രശ്നം? എന്താണോ ആ ജോക്കൂട്ടനെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് ചേച്ചിക്ക് അറിയാലോ. വർക്കിച്ചായന്റെ കള്ളൂപ്പി വീട്ടിൽ കൊണ്ട് തരാനല്ല ഞാൻ ഇവനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ എന്ത് വേണേലും കാണിച്ചോട്ടെ. അത് പക്ഷേ ഈ 4 മതിലിനകത്ത് മാത്രം മതി. വിടാ. മതി മതി. അപ്പൻ എന്നെ അപരാധം ചെയ്തെന്നായി പറയുന്നത്. അമ്മച്ചി ഒന്ന് ചുമ്മാ ഇരി. ആണുങ്ങളാകുമ്പോ ഇച്ചിരൊക്കെ അടിക്കും. ചിലപ്പോ ഇതുപോലെ അടുത്ത വീട്ടിലെ പയ്യന്മാരുടെ കൊടുത്തു വിട്ടെന്ന് ഇരിക്കും. ജോക്കൂട്ടനെ ഞാൻ എന്തോന്ന് ജോക്കുട്ടൻ? നിന്റെ പേര് ജോയൽ നല്ലടാ. കള ചേച്ചി, ചേട്ടായി വന്നേ. നീ ചോദിച്ചതിന് ഉത്തരം പറ. നിന്റെ പേര് ജോയൽ നല്ലേ? ആ അതെ, ഈ ഇള്ള കുഞ്ഞുങ്ങളെയാ കുട്ടാന്നൊക്കെ വിളിക്കുന്നത്. നീ നിന്റെ ചേട്ടനോട് പറഞ്ഞേരെ. ഡാ, നിനക്കത് എന്നതാന്നറിയാവോ? അറിയാം, ബ്രാൻഡി. കണ്ടോ കണ്ടോ, ഈ ഇള്ള കൊച്ചിന് പോലും മനസ്സിലായി അത് ബ്രാൻഡിയാന്ന്. ഞാൻ പറഞ്ഞോളാം ദാവിദേ, ഇനി ഇത് ആവർത്തിക്കാതെ നോക്കാം. നോക്കാന്നല്ല, ആവർത്തിക്കരുത്. കർത്താവാണേ ഇല്ല. ചേച്ചി മട്ടൻ വറുത്തരിച്ചു വെക്കാനാ പറഞ്ഞു. ആ ശരി, മുട്ടന് കുപ്പി കാണിച്ചു തരാം. സ്വന്തം കാര്യം മാത്രം നോക്കാനായിട്ട് അപ്പൻ. മോളെന്ന് പതുക്കെ. ഇല്ല, ഞാൻ ഇനി ഉറക്കെ തന്നെ പറയാൻ പോവാ. ഈ വീടൊന്ന് പണി പൂർത്തിയാക്കണമെന്ന് വല്ല വിചാരമുണ്ടോ? കഞ്ചേടിയായ KSRTC ഡ്രൈവർ വർക്കിച്ചിനോടൊപ്പം ആരാധന മൂത്ത് ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ ഇതൊന്നും ഓർത്തില്ല അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? തഞ്ചേടി ഇപ്പൊ താൻ തോന്നിയായിട്ട് ജീവിക്കുന്നു. അനുഭവിച്ചോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്റെ കർത്താവേ, വൈകുന്നേരം വന്ന് അങ്ങനെ ഇവിടെ എന്തൊക്കെ പുകലാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്? ദേ, കോഴ്സ് കഴിഞ്ഞ് ഞാനങ്ങ് ന്യൂസിലാൻഡിൽ പോവും. നിനക്ക് വേണമെങ്കിൽ നീ പഠിച്ച് രക്ഷപ്പെട്ടോ. എന്നാലും നീ ബ്രാൻഡിന്ന് അതെങ്ങനെയാണ് നീ പറഞ്ഞേ? അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. ആണോ? അതുമല്ല, ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നല്ലേ. നീ ഇതപ്പോ കണ്ടു? നിന്നെ ഗർഭം ചുമക്കുന്ന കാലത്തെ ആഴ്ചയിലൊരിക്കൽ ബ്രാൻഡി തരുമായിരുന്നു നിന്റെ അപ്പൻ. നല്ല ഔഷധാന്നാ പറയുന്നേ. അമ്മ ചോദിച്ചു എന്റെ ചേട്ടായി, ചേട്ടായി ഇങ്ങനെ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവാതെ. ഏതായാലും ആ ചേച്ചി ഒരു നല്ല ചേച്ചിയാ. സ്ട്രൈറ്റാ. സ്ട്രൈറ്റ്. അമ്മച്ചി, ഞാൻ ഇറങ്ങണേ. ചേട്ടായി ഇറങ്ങണേ. ജോക്കൂട്ടാ. ആ അല്ല, നിനക്ക് പിടിക്കാതെ ഉണ്ടോടാ മോനെ ഈ എന്റെ ഈ ജോക്കൂട്ടാന്നുള്ള വിളി? എന്നത് ചേട്ടായി? അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. ജോക്കൂട്ടാ, എന്തേട്ടായി? ഇന്ന് നിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാം. എന്നാത്തിനാ? ഞാനങ്ങ് നടന്നോളാന്നേ. വിഷ്ണുക്കെ അവിടെ കാത്തിപ്പുണ്ട്. അല്ലേ വന്നേ, ഒരുമിച്ചങ്ങ് പോയേക്കാം. ചേട്ടായി, ആ വളവിന്റെ അവിടെ ഒന്ന് നിർത്തിക്കേ. എവിടെ? ആ വളവിന്റെ അവിടെ.
എന്നത്രടാ? ആ ഒന്ന് നിർത്തുന്നേ. ഓക്കെ, ഇവിടെയാ. ആ ആ ഒന്ന് നിർത്തിയേട്ടായി. ആ നിർത്തുമല്ലടാ. ചേട്ടായി ഇങ്ങ് വന്നേ. ഇവന്റെ കാര്യം വാന്നേ. എന്നാടാ? എന്നാ രസമായിട്ടായി ഇതിങ്ങനെ നോക്കിക്കാൻ. ഇതാദ്യമായിട്ടാ? ഇതൊന്നും കാണുന്നല്ലേ? ആന്നേ, പക്ഷെ ഓരോ ദിവസം കാണുമ്പോഴും ഇതിന്റെ ഭംഗി അങ്ങ് കൂടിക്കൂടി വരുക. ഒരുമാതിരി ഒരു ഭംഗി. വാ പോവാ. നമ്മൾ ലേറ്റായ ചോക്കട്ടെ. ഏയ് ശരി എന്നാ. ശരി ഏട്ടായി. എടാ ജോയലേ, എന്റെ ഹോംവർക്ക് ഏതായിരുന്നു? ആ ഞാനിത് കൊടുത്തേച്ചും വരാം. ബുജി വന്നല്ലോ. മടിയായിട്ടൊന്നുമല്ല, എഴുതാറിയാൻ മാത്രം. നീ ഹോംവർക്ക് ചെയ്തോ? പോട്ടെ. ഫ്രീ കത്തി വരുന്നു. വാ 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 വാടാ. ഈ പിള്ളേര് അൽത്താഫേ, എന്നാടാ ഫോൺ അടിച്ചാ നിനക്കൊന്നും കേക്കത്തില്ലേ? ആണ്ട്രാ ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്നാടാ ഒക്കെ കൂടി എന്നെ കളിയാക്ക? ആ ടീച്ചറെ, കൊറേ ദിവസം ഇത് തുടങ്ങിയിട്ട് ഒരുമാതിരി. കാറേല് വരുന്നുണ്ടാവും. ഞാൻ കാറേലും വരും, ചിലപ്പോ പ്ലെയിനേലും വരും. സാറിന്റെ ഭാഗ്യം, അല്ലാതെ ഞാൻ എന്നാ പറയാനാ? അതെന്താ വേണു? എന്റെ അമ്മച്ചിയാണ് സത്യം കിട്ടും. ആ കച്ചവടത്തിൽ നിന്ന് ഒരു 5 പൈസ കമ്മീഷൻ എനിക്ക് കിട്ടുകയില്ല. സാർ എന്നതാണ് പറയണത്? 1500 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 കിടപ്പ് മുറി, 55 ലക്ഷത്തിന്. സാർ ഒരു ടോക്കൺ അഡ്വാൻസ് ഇങ്ങോട്ട് തന്നാ മതി. ആ പ്രോപ്പർട്ടി സാറിന്റെ തലയിലിരിക്കും. അല്ല, ഞാൻ തലേ കൈ വെച്ച് പറയണു, ആ സാധനം കയ്യിലിരിക്കും. ഇയാള് ബ്രോക്കറാണോ അതോ മാഷാണോ? സ്നേഹമുള്ളവരെന്നെ ബ്രോ മാഷ് എന്ന് വിളിക്കും. പോക്ക സാറേ, ഈ സ്കൂള് മൊത്തം പോക്ക. ടീച്ചറെന്ന് മൊത്തത്തിൽ അടിപൊളിയാണല്ലോ. പോയേ വേണം സാറേ. നമസ്കാരം. അതെ, ആ 10 ബിയിലെ പിള്ളേരെ ഒന്ന് നിയന്ത്രിച്ചില്ലെങ്കിലേ അവന്മാര് സ്കൂൾ എടുത്ത് തിരിച്ചു വെക്കും. അത് ശരിയാട്ടോ. നേരാ, അവന്മാര് ദിവസം വെച്ച് വഷളായി വരുവാ. പിള്ളേരുടെ സ്വഭാവത്തിന്നേ ക്ലാസ് ടീച്ചറുടെ മിടുക്കാൻ മനസ്സിലാവുന്നേ. അത് ശരിയാ. അതെ, ടീച്ചർ വന്നല്ലോ. പരിദോഷം പറഞ്ഞു തുടങ്ങിയോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. 10 ബിയെ കുറിച്ച് വീണ്ടും കംപ്ലൈന്റ് ആണല്ലോ ജാൻസി ടീച്ചറെ. നല്ലതും ചീത്ത എല്ലായിടും ഉണ്ട് അത് ശരിയാന്നേ അല്ലേ? 10 ബിയിലും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 10 ബിയിലുണ്ടെന്ന്. അങ്ങനെ പറയല്ലേ ജാൻസി ടീച്ചറെ. ക്ലാസ്സിലെ പിള്ളേരെ നിയന്ത്രിച്ചില്ലെങ്കിലേ. കേട്ടോ സാറേ, ഞാൻ ഇതെന്തായാലും DOക്ക് റിപ്പോർട്ട് അത് വേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അതെ, ഞാൻ എന്താ സാറേ എല്ലാവർക്കും എന്നോടൊരു ഇഷ്ടക്കുറവ്? ടീച്ചറെ, ഒരു ഓഫീസിൽ കൈക്കൂലി വാങ്ങാത്ത ഒരാളുണ്ടെങ്കിലേ ബാക്കിയുള്ളവർക്ക് അയാളെ കണ്ടുകൂടാണ്ടാവും. ഇവരെ പോലുള്ളവർ വരുന്നത് ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറെ കാണുമ്പോൾ ഒരു പിടപെടപ്പ് വരും. പഴയ സ്കൂളിൽ നിന്ന് ടീച്ചർക്ക് നല്ല ടീച്ചർക്കുള്ള അവാർഡും കൂടി കിട്ടി. അപ്പൊ തികഞ്ഞു. ആർക്കെങ്കിലും നല്ലത് വരുന്നത് മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റും. അതെ അതെ. ആ, എന്തായാലും ഒരു ഇഷ്യൂ ഉണ്ടാവും നോക്കണം കേട്ടോ. ശരി സർ. 10 ബി